നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കുരിശാരോഹണത്തിൻ്റെ അനുസ്മരണത്തിൽ ലോകം ആയിരിക്കുകയാണ്. കുരിശിനെ കുറിച്ച് നമ്മൾ വളരെ അധികം കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ചു. ദ ക്രോസ്, വാഴ്ത്തപ്പെട്ട സ്ലീബ എന്ന സുറിയാനി സഭ വിശേഷിപ്പിക്കുന്ന ശാപ മരണത്തിൻ്റെ അടയാളമായിരുന്ന ആ സ്ലീബ വാഴ്ത്തപ്പെട്ട സ്ലീബായി മാറി. മനുഷ്യന്റെ അന്ധകാരത്തിലേക്ക് ദൈവത്തിൻ്റെ സന്ദർശനമായിരുന്നു. മനുഷ്യന്റെ അന്ധകാരം ബ്രോക്കൺ റിലേഷൻഷിപ്പാണ്. ലോകത്തിലെ ഉത്തമ വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയുമോ? ഒരു ഉത്തമനായ മനുഷ്യൻ. പണ്ടൊരിക്കലും ഒരിടത്ത് ഒരിക്കലും ഒരു കാരണവശാലും കോപിക്കുകയില്ലാത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ കോപിക്കുകയില്ലാത്ത മനുഷ്യനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഒരാൾ പോയി. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളാണോ ഒരിക്കലും കോപിക്കാത്ത മനുഷ്യൻ? അതെ, ഞാനാണ്. വളരെ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം സ്വീകരിച്ചു, ഹസ്തദാനം ചെയ്തു, അവരവിടെ ഇരുന്നു. ഇപ്പം വന്നയാൾ ചോദിച്ചു, അപ്പോൾ ഏത് കാരണവശാലും നിങ്ങൾ കോപിക്കത്തില്ല? ഇല്ല, ഞാൻ കോപിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം പ്രയാസം വന്നാലും ഏതെല്ലാം വിധത്തിൽ ആരെല്ലാം പ്രകോപിപ്പിച്ചാലും നിങ്ങൾ കോപിക്കുകയില്ലെന്നാണോ പറയുന്നത്? അതെ, ഞാൻ ഒരിക്കലും കോപിക്കാറില്ല. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഭാര്യയുമായിട്ടൊരു വഴക്കുണ്ടായി, നിങ്ങൾ കോപിക്കത്തില്ല? ഇല്ലില്ല, ഞാൻ കോപിക്കത്തില്ല. നിങ്ങളുടെ വീട്ടിലെ വളരെ വിലപിടിപ്പുള്ള ഒരു പളങ്ക് പാത്രം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തള്ളി പൊട്ടിച്ചാൽ നിങ്ങൾ കോപിക്കുമോ? ഇല്ല, ഞാൻ കോപിക്കുകയില്ല. അതേ പാത്രം ഒരു പൂച്ചയാണ് തള്ളിയിടുന്നെങ്കിലോ നിങ്ങൾ പൂച്ചയോട് കോപിക്കുമോ? ഇല്ല, ഞാൻ ഒരിക്കലും കോപിക്കുകയില്ല. നിങ്ങൾ വളരെ അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു കാറ് വളരെ സ്ലോവിൽ പോവുകയാണ്, നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ അവർ സ്ഥലം തരുന്നില്ല. നിങ്ങൾക്ക് ആ മുമ്പിൽ പോകുന്ന കാറുകാരനോട് കോപം വരുമോ? ഇല്ല, എനിക്ക് കോപം വരികയില്ല. ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. കുറേ കഴിഞ്ഞിട്ട് അവസാനം ഇയാൾ 1 മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ അവസാനം ഇയാൾ പിന്നെയും ചോദിച്ചു, അപ്പം നിങ്ങളാണോ ഒരിക്കലും കോപിക്കാത്ത മനുഷ്യൻ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ കുറേ നേരമായി നിന്നോട് പറയുന്നില്ലടാ, ഞാൻ ആ കോപിക്കാത്ത മനുഷ്യൻ, ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞല്ലേ. സോ ജോക്ക്, ഒരു തമാശയാണ്. പക്ഷേ നമ്മൾ ആ പ്രതീക്ഷിക്കുന്ന ഒരു പെർഫെക്ഷൻ, നമ്മൾ ഭർത്താവിൽ നിന്ന് ഭാര്യ ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ്, ഒരു എക്സ്പെക്റ്റേഷനുണ്ട്. അധ്യാപകരിൽ നിന്ന് വിദ്യാർത്ഥികൾക്കൊരു എക്സ്പെക്റ്റേഷനുണ്ട്. വിദ്യാർത്ഥികളിൽ നിന്ന് അധ്യാപകർക്കും, മേലുദ്യോഗസ്ഥരിൽ നിന്ന് കീഴുദ്യോഗസ്ഥർക്കും, കീഴുദ്യോഗസ്ഥരിൽ നിന്ന് മേലുദ്യോഗസ്ഥർക്കും, മുതലാളിയിൽ നിന്ന് തൊഴിലാളിക്കും, തൊഴിലാളിയിൽ നിന്ന് മുതലാളിക്കും. അങ്ങനെ മനുഷ്യബന്ധങ്ങളിലെല്ലാം പ്രതീക്ഷകളുണ്ട്, എക്സ്പെക്റ്റേഷൻസ്. വാസ്തവത്തിൽ ഒരു സ്ഥലത്തും ഒരു എക്സ്പെക്റ്റേഷനും മീറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് മനുഷ്യവർഗത്തിൻ്റെ ദുര്യോഗം. പിന്നെയൊക്കെ നമ്മൾ ഒപ്പിച്ചു കൊണ്ടുപോകുന്നതന്നേ ഉള്ളൂ. ആത്മാർത്ഥമായി ശോധന ചെയ്യുമ്പോൾ എല്ലാ ബന്ധങ്ങളും തകർന്നാണ് ഇരിക്കുന്നത്. മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കൊത്ത് മക്കൾ ഉയരുന്നില്ല, മക്കളുടെ അഭിലാഷങ്ങൾക്കൊത്ത് മാതാപിതാക്കൾ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നില്ല. റിലേഷൻഷിപ്പ് ഈ മുഴു പ്രപഞ്ചത്തിലും പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് ഒന്ന് മാത്രമേ ഉള്ളൂ. പെർഫെക്റ്റ് റിലേഷൻഷിപ്പ്. ആ പെർഫെക്റ്റ് റിലേഷൻഷിപ്പാണ് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ഇരുള് ബ്രോക്കൺ റിലേഷൻഷിപ്പാണ്. ആ മനുഷ്യൻ്റെ ഇരുളിലേക്ക്, അവൻ്റെ നിരാശകളിലേക്ക്, അവൻ്റെ പരാജയങ്ങളിലേക്ക്, അവൻ്റെ കുറവുകളിലേക്ക് ക്രിസ്തു ഇറങ്ങി വന്നു. ഗോഡ് സെൻഡ് ഹിസ് സൺ. മനുഷ്യൻ്റെ പരാജയങ്ങളിലേക്ക് വിജയവുമായി, മനുഷ്യൻ്റെ ഇരുളുകളിലേക്ക് വെളിച്ചവുമായി, മനുഷ്യൻ്റെ നിരാശകളിലേക്ക് പ്രത്യാശയുമായി, ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ പ്രത്യാശയുമായി, മനുഷ്യൻ്റെ രോഗങ്ങളിലേക്ക് സൗഖ്യവുമായി, മനുഷ്യൻ്റെ ദുഃഖങ്ങളിലേക്ക് ആനന്ദത്തിൻ്റെ തൈലവുമായി, എല്ലാത്തിനും റെമഡിയുമായി ഗോഡ് സെൻഡ് ഹിസ് സൺ. മനുഷ്യൻ്റെ അന്ധകാരത്തിലേക്ക് ദൈവത്തിൻ്റെ സന്ദർശനം, വിസിറ്റേഷൻ ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് ശിമയോൻ യേശു കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറയുന്നു, ഉയരത്തിൽ നിന്ന് ആ ആർദ്ര കരുണ നമ്മെ വിസിറ്റ് ചെയ്തിരിക്കുന്നു. ടെൻഡർ മേഴ്സീസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ആർദ്ര കരുണ.
അപ്പം നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും നമ്മളിപ്പോൾ പെർഫെക്റ്റ് എന്ന് കാണുന്ന നിങ്ങളുടെ അയൽക്കാരുടെ കുടുംബജീവിതമുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് പെർഫെക്റ്റാണ്, നിങ്ങൾ അസ്യൂം ചെയ്യുന്നു. അതിനകത്ത് വിള്ളലുകളുണ്ട്. ദറ്റ് ഈസ് ഐ എം നോട്ട് സേയിങ് ഇസ് ദാറ്റ് ഇറ്റ് ഹാസ് എ ഗുഡ് ന്യൂസ് ഫോർ യു. പക്ഷേ യാഥാർത്ഥ്യം എല്ലാ ബന്ധങ്ങളിലും വിള്ളലുകളുണ്ട്, ഒന്നും പെർഫെക്റ്റ് അല്ല. നമ്മൾ നന്നായി പോകുന്നു എന്ന് കാണുന്ന രാഷ്ട്രീയക്കാരുടെ ഇടയിൽ, കൂട്ടുമുന്നണികളുടെ ഇടയിൽ, മന്ത്രിസഭയിൽ, എല്ലാ മേഖലകളിലും ആ വിള്ളലുണ്ട്. ആ വിള്ളലാണ് സാത്താൻ മനുഷ്യവർഗത്തിന് കടത്തിവിട്ടത്. മ്യൂച്വൽ അക്യൂസേഷൻ, പരസ്പരം പഴിചാരുക. സാത്താൻ്റെ വിസിറ്റേഷൻ കഴിഞ്ഞപ്പോൾ ആദം ആദ്യം പഴിചാരുന്ന ദൈവത്തെയാണ്. നീ എനിക്ക് എന്നോടുകൂടെ ഇരിപ്പാൻ തന്നിരിക്കുന്ന ഈ സ്ത്രീയാണ് എനിക്ക് ആ പഴം തന്നത്. അതാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ മുഴുവൻ മൂലകാരണം ആരാണ്? സ്ത്രീയല്ല, ആ സ്ത്രീയെ എനിക്ക് തന്ന നീയാണ്. അപ്പോൾ അപരനെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്ന, അല്ലെ മറ്റൊരുവനിൽ കുറ്റം ആരോപിക്കുമ്പോൾ നമ്മൾ ദൈവത്തിലാണ് കുറ്റം ആരോപിക്കുന്നത്. അപ്പോൾ ഹവ്വയോട് ചോദിച്ചപ്പോൾ ഹവ്വ പറഞ്ഞു അതിപ്പോൾ എൻ്റെ കുറ്റമല്ല, പാമ്പാണ് പ്രശ്നം ഉണ്ടാക്കിയത്. റിലേഷൻഷിപ്പ് എല്ലാം ബ്രേക്കായി. ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒളിച്ചു, ദൈവത്തിൽ നിന്ന് ഒളിച്ച് ആദ്യം തന്നെ ഒളിക്കുക, മറയ്ക്കുക. ട്രാൻസ്പെറൻസി നഷ്ടപ്പെട്ടു, സുതാര്യത നഷ്ടപ്പെട്ടു. പാസ്റ്റർമാർക്ക് സഭയിൽ ട്രാൻസ്പെറൻസി ഇല്ല. ഇപ്പം ട്രാൻസ്പെറൻസി നഷ്ടപ്പെട്ടു. ഞാനിത് കേരളത്തിലെ ക്രിസ്ത്യാനിറ്റിയെ പറ്റി രാവിലെ എന്നെ കേരളത്തിൽ നിന്ന് ഒരു പാസ്റ്റർ വിളിച്ച് സംസാരിക്കുക. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ക്രിസ്ത്യാനിറ്റി നശിച്ചുകൊണ്ട്, ക്രിസ്ത്യാനിറ്റി എന്ന് ഞാൻ പറഞ്ഞാൽ ക്രിസ്ത്യൻ റിലീജിയൻ, നമ്മൾ കാണുന്ന പുറം മോടി, കൂടുതൽ ആളുകളും നിരീശ്വരവാദത്തിലേക്ക് പോകുക. കാരണം ട്രൂ ഗോസ്പൽ പ്രസംഗിക്കപ്പെടുന്നില്ല. സത്യസുവിശേഷം ഒരു സഭയും പ്രസംഗിക്കുന്നില്ല. അത് പട്ടത്ത സഭകളും പ്രസംഗിക്കുന്നില്ല, പെന്തക്കോസ്ത് സഭകളും പ്രസംഗിക്കുന്നില്ല യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ. അപ്പം അതുകൊണ്ട് യൂറോപ്പിൽ നശിച്ചതുപോലെ ക്രിസ്ത്യാനിറ്റി കേരളത്തിൽ നശിക്കും. കേരളത്തിലെ ഏറ്റവും ശക്തം, കെട്ടുറപ്പുള്ള സഭ കത്തോലിക്ക സഭയാണ്. ആ കത്തോലിക്ക സഭയുടെ 1000 കോടി രൂപയുടെ സ്വത്താണ് വിറ്റ് നശിപ്പിച്ചത്. കത്തോലിക്ക സഭയിലെ അത്യുന്നത കർദിനാൾ പോലും പ്രതികൂട്ടിലായിരിക്കുക. നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയത്തില്ല. അത്രയും ശക്തമായ സഭയുടെ പോലും സ്വത്തുക്കൾ മറ്റാളുകൾ തട്ടിയെടുക്കുക. അപ്പോൾ പിന്നെ പെന്തക്കോസ്ത് സഭകളുടെ കാര്യം പറയണം. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ, നമുക്ക് ബൈബിളൊക്കെ അടിക്കുന്ന ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം, നമ്മുടെ എല്ലാം ബൈബിളിൻ്റെ സത്യവേദോത്സവത്തിൻ്റെ എല്ലാം ഫ്രണ്ട് മഹാത്മാഗാന്ധിയുടെ പേരുണ്ടെന്ന് തമാശന് പറയും. പണ്ടൊക്കെ ബൈബിളിൽ മഹാത്മാഗാന്ധിയുടെ പേരുണ്ടെന്ന് പറഞ്ഞ് ബെറ്റ് വെക്കുമായിരുന്നു. കാരണം മഹാത്മാഗാന്ധി റോഡ് ബാംഗ്ലൂർ, MG റോഡ് ബാംഗ്ലൂർ, ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ, പ്രൈം ലൊക്കേഷൻ ഓഫ് ബാംഗ്ലൂർ സിറ്റിയാണ്. അവിടെ വിശാലമായ ഒരു വളപ്പിൽ വളരെ നല്ലൊരു കെട്ടിടത്തിലാണ് ബൈബിൾ സൊസൈറ്റിയുടെ ആസ്ഥാനം ഇരുന്നത്. അത് ഇരുചെവിയെ അറിയാതെ വിറ്റു. അതിപ്പോൾ ഒരു ബാറാണ്, മദ്യശാലയാണ്. നിസാര വിലക്കാണ് വിറ്റത്. വിറ്റുകൊടുത്തവർക്ക് അഥവാ ഒറ്റിക്കൊടുത്തവർക്ക് കോടികൾ കിട്ടി. അപ്പം പിന്നെ കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളുടെ സ്വത്തുക്കളൊക്കെ കൂടുതലും വ്യക്തികളുടെ പേരിലാണ്, പാസ്റ്റർമാരുടെ പേരിലും ഒക്കെയാണ്. അതൊക്കെ വലിയ താമസമില്ല. അവർ വിറ്റിട്ട് ഇത് ഞാൻ പറഞ്ഞ നാട് ഭാഷ പറഞ്ഞ അവരെല്ലാം മടക്കും. യൂറോപ്പിലൊക്കെ സംഭവിച്ചതാണ്. ഇത്രയും ശക്തമായ കത്തോലിക്ക സഭയുടെയും ബൈബിൾ സൊസൈറ്റി എന്ന ഓർഗനൈസേഷൻ്റെ ഒക്കെ സ്വത്തുക്കൾ തട്ടിയെടുക്കാമെങ്കിൽ ഇവരുമൊക്കെ അത് വിറ്റിട്ട് പോകും. ഇപ്പം കേരളത്തിൽ IPCയുടെ തലപ്പത്തേക്ക് മത്സരിക്കുന്ന ഫിലിപ്പി തോമസ് എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ പിതാവ് തുടങ്ങി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നൊരു ബൈബിൾ കോളേജാണ് കരുവാറ്റ ബൈബിൾ കോളേജ്. അത് അദ്ദേഹം വിറ്റു. ഇപ്പം വീണ്ടും മത്സരിക്കുകയാണ്, ബാക്കിയും കൂടെ വിൽക്കാനായിരിക്കാം. അപ്പോൾ കാരണം ഇത് ഒരു വ്യക്തിയുടെ കുറ്റമല്ല ഞാൻ പറഞ്ഞത്, അതൊരു പ്രതിഭാസമാണ്. കാരണം സത്യത്തിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നില്ല. സത്യത്തിൽ ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദയാണ് പ്രസംഗിക്കപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ പേരിൽ ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദയാണ്
ക്രിസ്തുവിൻ്റെ പേരിൽ പ്രസംഗിക്കപ്പെടുന്നത്. പേര് ക്രിസ്തു എന്നും യേശു എന്നും ഒക്കെ ആയിരിക്കും, പക്ഷെ യൂദയുടെ സ്പിരിറ്റ്, ആത്മാവാണ് പ്രചരിക്കപ്പെടുന്നത്, പ്രസംഗിക്കപ്പെടുന്നത്. അപ്പം മനുഷ്യൻ്റെ ബന്ധങ്ങളിലേക്ക്, ഇരുളുകളിലേക്ക്, അവൻ്റെ അത്യാഗ്രഹങ്ങളിലേക്ക്, അവൻ്റെ ഒറ്റിക്കൊടുക്കലുകളിലേക്ക്, അവൻ്റെ തള്ളിപ്പറച്ചിലുകളിലേക്ക് ക്രിസ്തു ഇറങ്ങി വരികയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ ഡ്രാമയും ആ 33 വർഷത്തിൽ അവൻ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. എല്ലാ ഡ്രാമയും ക്രിസ്തു എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒന്നും മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. എല്ലാ ഇരുളുകളിലേക്കും അവൻ ഇറങ്ങി വന്നു. ക്രോസ്, ക്രിസ്തുവിൻ്റെ കുരിശ്. ക്രിസ്തുവിൻ്റെ കുരിശിൽ എന്തെല്ലാമാണ് സംഭവിക്കുന്നത്? യേശു കർത്താവ് പ്രാണനെ വിടുന്നത് കണ്ടപ്പോൾ താഴെ നിന്ന ശതാധിപൻ വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ വാസ്തവത്തിൽ നീതിമാൻ ആയിരുന്നു, ഇവൻ സത്യമായും ദൈവപുത്രൻ ആയിരുന്നു. കാരണം മനുഷ്യൻ്റെ റിലേഷൻഷിപ്പിലേക്ക് അവൻ ഇറങ്ങി വരികയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ പെർഫെക്ഷൻ, ആരിലും കാണാൻ കഴിയാത്ത പെർഫെക്ഷൻ ആ ക്രിസ്തുവിൽ ആ ശതാധിപൻ കാണുകയാണ്. കാരണം തന്നെ ഉപദ്രവിച്ചവരോട് അവൻ ക്ഷമിക്കുകയാണ്. എങ്ങനെയാണ് ക്ഷമിക്കുന്നത്? ഒരു സ്റ്റേജിൽ വെച്ച് ഒരു ഷോ അല്ല, ഹൃദയപൂർവം പരമാർത്ഥമായി പച്ചമാംസം ആണിയിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ആ 3 ആണിയിൽ കിടന്നുകൊണ്ട് ക്രിസ്തു പറഞ്ഞു, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ, യേശു വെള്ളത്തിന് മുകളിലൂടെ നടന്നപ്പോൾ, മരിച്ചവരെ ഉയർപ്പിച്ചപ്പോൾ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയപ്പോൾ, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ചപ്പോൾ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ, അന്തന് കാഴ്ച കൊടുത്തപ്പോൾ, ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ, കാറ്റിനെയും കടലിനെയും ശാസിച്ചമർച്ച ചെയ്തപ്പോൾ ഒന്നും ഈ ശതാധിപൻ പറഞ്ഞില്ല ഇവൻ ദൈവപുത്രനാണെന്ന്. പക്ഷേ അവൻ ക്ഷമിക്കുന്ന രീതി കണ്ടപ്പോൾ, അവൻ ക്ഷമിക്കുന്നത് കണ്ടപ്പോൾ ആ ശതാധിപൻ പറഞ്ഞു, ഇത് ദൈവപുത്രൻ. റിലേഷൻഷിപ്പ്. ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഡ, താഴ്ചകളേറ്റം ധന്യം നാഥ. പിതാവ് പുത്രനും പരിശുദ്ധ റൂഹായും. അതാണ് ലോകത്തിൽ ഏറ്റവും പെർഫെക്റ്റ് റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന പുത്രൻ ക്ഷമിക്കുകയാണ്. അൺബ്രോക്കൺ റിലേഷൻഷിപ്പാണ്. എന്തു സംഭവിച്ചാലും ഉടയാത്ത ആ ബന്ധം. പിതാവേ ഇവരോട് ക്ഷമിക്കണം. ശതാധിപൻ പറഞ്ഞുപോയി, ഇവനാണ് ദൈവപുത്രൻ. അപ്പൊ ഈ ക്രൂശ് അജ്ഞാനിയെ ജ്ഞാനിയാക്കുകയാണ്. അജ്ഞാനിയെ ജ്ഞാനിയാക്കുക, കോൺഷ്യസ് അവയർനെസ്. കണ്ണുകളെ തുറക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ കേട്ടോണ്ടിരുന്ന കണ്ണുകളെ തുറക്കുകയാണ്. അപ്പൊ ഓപ്പൺ ഹിസ് ഐസ്. അവന്റെ കണ്ണുകൾ തുറന്നിട്ട് അവൻ കാണുകയാണ് ദൈവപുത്രനെ. അതുവരെ അവൻ മറ്റു പലരെയാണ് കണ്ടത്, ആ ക്രിസ്തുവിനെ കാണുകയാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ഒരു പവറാണ് നമ്മുടെ കണ്ണുകളെ തുറക്കും. അതാണ് ക്രൂശിന്റെ ധ്യാനം. ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ അത് നമ്മുടെ കണ്ണുകളെ തുറക്കുകയാണ്. അജ്ഞാനിയെ ജ്ഞാനിയാക്കുക, നമ്മുടെ അജ്ഞതയെ മാറ്റുകയാണ്, അജ്ഞതയുടെ ഇരുളിനെ മാറ്റുകയാണ്, ഹൃദയത്തിലേക്ക് പ്രകാശം കൊണ്ടുവരികയാണ്. നമ്മൾ ആ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് ഉണരുകയാണ്. മറ്റൊരുത്തരുണ്ട്, ഒരു കൊലപാതകം ചെയ്ത്, ഒരു കലഹത്തിൽ ഒരു കൊലപാതകം ചെയ്ത് ജയിലിൽ കിടക്കുക. അവൻ്റെ പേര് ബറാബാസ്. നിങ്ങൾക്ക് ഞാൻ ആരെ വിട്ടു തരണം? ബറാബാസിനെ വേണമോ യേശുവിനെ വേണമോ? യഹൂദന്മാരുടെ രാജാവിനെ വേണമോ? ഞങ്ങൾക്ക് ബറാബാസിനെ മതി. ക്രിസ്തു ആ ക്രൂശിൽ കിടക്കുമ്പോൾ ഒരു ബന്ധിതൻ മോചിക്കപ്പെട്ടു. അപ്പൊ ക്രിസ്തുവിന്റെ ക്രൂശ് ബന്ധിതരെ മോചിപ്പിക്കുന്നതാണ്. അത് കർത്താവിന്റെ അജണ്ടയാണ്. നസറേത്തിലെ പള്ളിയിൽ യെശയ്യാ പ്രവചനം തുറന്നു വെച്ച് യേശു സംസാരിക്കുമ്പോൾ, ലൂക്കോസ് വിശേഷം 4 അധ്യായം വായിച്ചാൽ മതി, അവിടെ പറയുകയാണ്, ബന്ധിതരെ മോചിപ്പിക്കേണ്ടതിന് യഹോവയായ ദൈവം തന്റെ ആത്മാവിനെ എൻ്റെ മേൽ അയച്ചിരിക്കുകയാണ്. ഐ ആം ആൻ അനോയിന്റഡ്. ഞാൻ എന്തിനയക്കപ്പെട്ടിരിക്കുന്നു? ബന്ധിതരെ മോചിപ്പിക്കാൻ. ടു സെറ്റ് ക്യാപ്റ്റീവ്സ് ഫ്രീ. ബന്ധിതരെ മോചിപ്പിക്കാൻ.
അപ്പം ലിറ്ററലി അവൻ്റെ ക്രൂശിൽ അവൻ കയറുമ്പോൾ ആക്ഷരികമായി ആ ജയിലിൽ നിന്ന് ഒരു ബന്ധിതൻ പുറത്തിറങ്ങുകയാണ്. ഒരു മര്യാദയ്ക്കുള്ള കൊലപാതകം ചെയ്തവനാണ് പുറത്തു വരുന്നത്. കൊലപാതകം ചെയ്തവൻ. പെർഫെക്റ്റായിട്ടൊരു മനുഷ്യനില്ല. ബൈബിളിലെ ഒരു ബ്യൂട്ടിഫുൾ, അതേസമയം തന്നെ വണ്ടർഫുൾ ഒരു വാക്യമുണ്ട്. എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു വാക്യമാണ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾ കണ്ടുപിടിക്കണം, അന്വേഷിച്ച് തപ്പി കണ്ടുപിടിക്കണം. ഞാൻ വാക്യം പറയാം. ഗോഡ് ലവ്ഡ് ജേക്കബ്. കർത്താവിൻ്റെ സ്നേഹമാകുന്ന സമുദ്രത്തെ ഇത്ര ചെറിയൊരു വാചകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു വാചകത്തിൽ ആ സ്നേഹം, ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് എന്നൊക്കെ നമുക്ക്, പക്ഷേ അതിനേക്കാളൊക്കെ വിസ്മയകരമായ ദൈവത്തിൻ്റെ ക്ഷമയുടെ ആഴം, അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എല്ലാം എവിടെയാണ് കാണുന്നത്? ഗോഡ് ലവ്ഡ് ജേക്കബ്. ചതിയനായ യാക്കോബ്, ഉപായിയായ യാക്കോബ്. യാക്കോബിനെ ഏശാവിനെയും കൂടെ നമ്മൾ അടുത്തറിയാവുന്നവർക്ക് ഏശാവായിരുന്നു കുറെ കൂടെ ബെറ്റർ. പഴയ നിയമത്തിലെ നമ്മുടെ നേതാക്കന്മാരെല്ലാം നോക്കുക, എല്ലാവർക്കും കുറവുണ്ട്. ചതിയനെ കാണാം, വഞ്ചകനെ കാണാം, ഒറ്റിക്കൊടുത്തവനെ കാണാം, സ്ത്രീലമ്പടനെ കാണാം, മുൻകോപിയെ കാണാം. പലതരത്തിൽ കുറവുകളുണ്ട്. പെർഫെക്റ്റായിട്ട് ആരെയും കാണുന്നില്ല. ഒരുവൻ മാത്രം, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. പത്രോസ് ഒരു നിമിഷം വിജൃംഭിച്ചു പോയി മോശയെയും ഏലിയാവിനെ കണ്ടപ്പോൾ. ഓടിച്ചെന്ന് പറഞ്ഞെന്ന കർത്താവ്, ഞാൻ 3 കുടിലുണ്ടാക്കാനോ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. നീ മോശയെ നോക്കരുത്, നീ ഏലിയാവിനെ നോക്കരുത്, നീ ദാനിയേലിനെ നോക്കരുത്, നീ യെഹസ്കേലിനെ നോക്കരുത്, നീ യെശയ്യാവിനെ നോക്കരുത്, നീ യിരെമ്യാവിനെ നോക്കരുത്, നീ അബ്രഹാമിനെ നോക്കരുത്, ഇസഹാക്കിനെ നോക്കരുത്, യാക്കോബിനെ നോക്കരുത്, നീ അവരെ ആരെയും നോക്കരുത്. Only one person, Christ Jesus. He is perfect. കാരണം അവരുടെ എല്ലാം ലൈഫിൽ നിങ്ങൾ നോക്കുക. എലീഷ വരുമ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളെ പിള്ളേർ അവനെ കളിയാക്കാം, മൊട്ടത്തലയാ എന്ന് കളിയാക്കുമ്പോൾ അടുത്ത നിമിഷം അവൻ എന്ത് ചെയ്യുക? കരടികൾ വന്ന ആ കുഞ്ഞുങ്ങളെ ചീന്തിക്കളിയാണ്. ഷോർട്ട് ടെമ്പേർഡാണ്. ഇവന്റെ മുഖത്ത് തുപ്പുകയാണ്, താടി രോമങ്ങൾ വലിച്ചു പറിക്കപ്പെടുകയാണ്. ഇസ്രായേലിലെ പ്രവാചകന്മാരുടെ പതിവനുസരിച്ച്, അല്ല ഞാനത് വാക്യം പറഞ്ഞു കൊടുക്കാത്ത ഒരാൾ എഴുതുന്നു, റോമാലേഖനം 9 ആണെന്ന വാക്യം. ഓക്കെ, ഇസ്രായേലിലെ പതിവനുസരിച്ച് പ്രവാചകന്മാർ തീയിറക്കുക. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറഞ്ഞത്, കർത്താവേ ശമരിയിലൂടെ ഇവർ പോയിട്ട് ശമരിയർ ഇവരെ വേണ്ട വിധത്തിൽ ബഹുമാനിച്ചില്ല. അപ്പോൾ പറഞ്ഞു, നമുക്ക് കർത്താവേ നമ്മൾ ആ തീയിറക്കി ഇവരെ നശിപ്പിക്കുന്നത് നിനക്ക് സമ്മതമാണോ? നിങ്ങൾ ഏതാത്മാവിന് അധീനർ? റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനാണ് അവൻ വന്നത്. അതാണ് നടക്കുന്നത്. ബന്ധനത്തിലിരിക്കുന്നവൻ, കാരാഗ്രഹത്തിൽ കിടക്കുന്നവൻ പുറത്തിറങ്ങി. അസത്യം മാത്രം ഗ്രഹിച്ചവൻ സത്യം ഗ്രഹിച്ചു. പിലാത്തോസ് അവനെ തൻ്റെ അടുക്കൽ മടക്കി അയച്ചു എന്ന് ഹെരോദാവ് കണ്ടപ്പോൾ അവന് സന്തോഷമായി. അപ്പോൾ ഹെരോദാവും പിലാത്തോസും അന്ന് മുതൽ സ്നേഹിതന്മാരായി. അതിനു മുമ്പേ അവർ തമ്മിൽ വൈരമായിരുന്നു. ലൂക്കോസ് വിശേഷം 23:12 വാക്യം വായിക്കുക. ശത്രുക്കളെ തമ്മിൽ ഈ കുരിശ് ഇണക്കുകയാണ്. ക്രിസ്തു കുരിശിലേക്ക് കയറുമ്പോൾ ഹെരോദാവും പിലാത്തോസും സ്നേഹിതന്മാരായെന്നാണ്. അതിനേക്കാൾ വലിയ സ്നേഹബന്ധമാണ്. ദൈവത്തോടുള്ള മനുഷ്യന്റെ ശത്രുത്വം മാറിപ്പോവാണ്. എല്ലാ ശത്രുത്വവും മാറ്റിക്കളയും. വേർപാടിനെ നടിച്ചുവരനെ ഇടിച്ചു കളയും. റിലേഷൻഷിപ്പിനെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പിലാത്തോസും ഹെരോദാവും വാഴ നനയുന്ന കൂടെ ചീരയെ നനയുമെന്ന് പറഞ്ഞ പോലെ നോക്കുക. ഈ ക്രിസ്തു ക്രൂശിൽ കയറി എന്ന് കേട്ടപ്പോൾ അന്ന് വരെ പേടിച്ച് രാത്രി മാത്രം യേശുവിനെ സന്ദർശിച്ചിരുന്ന നിക്കോദിമോസ് 100 റാത്തൽ സുഗന്ധദ്രവ്യം, ഏകദേശം 45 കിലോ വരും. പോക്കറ്റിലിട്ടുകൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല. 45 കിലോ സുഗന്ധദ്രവ്യം തോളിൽ വെച്ചുകൊണ്ട് ധൈര്യമായിട്ട് പോവാണ്. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെല്ലാം ഓടി മറഞ്ഞു. മർക്കോസ് ഉടുമുണ്ടുരിഞ്ഞെറിഞ്ഞിട്ട് ഓടിയത്. പത്രോസ് തള്ളിപ്പറഞ്ഞിട്ട് ഓടി. യൂദ ഒറ്റിക്കൊടുത്തിട്ട് ഓടി. ബാക്കിയുള്ളവരൊക്കെ ഏതുവഴി ഓടിയെന്ന് അറിയത്തില്ല.
യോഹന്നാൻ മാത്രമാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന്, ബാക്കി എല്ലാവരും ഓടി. അപ്പോൾ ആ കുരിശിൻ്റെ ചുവട്ടിൽ കാൽവരി ലക്ഷ്യമാക്കി വൃദ്ധനായ നിക്കോദിമോസ് പോവുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന അവൻ്റെ ഭയം അങ്ങ് മാറി. അതുവരെ കമ്മ്യൂണിറ്റിയെ ഭയമുണ്ടായിരുന്നു. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, മറ്റവരെന്ത് വിചാരിക്കും, എൻ്റെ പേര് പോകും. സമൂഹത്തെയുള്ള ഭയം കുരിശെടുത്തങ്ങ് മാറ്റി, അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ രാത്രിയിൽ പമ്മി പതുങ്ങി ആരും കാണാതെ യേശുവിനെ വിസിറ്റ് ചെയ്ത ആളാണ്. ഇപ്പോൾ യേശുവിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല. രോഗശാന്തി നൽകുന്നില്ല, അപ്പം വർദ്ധിപ്പിക്കുന്നില്ല, നല്ല പ്രസംഗം പറയുന്നില്ല, മിണ്ടാൻ പോലും കഴിയുന്നില്ല. മരിച്ചു എന്നാണ് കേട്ടത്, മരിച്ചോ ഇല്ലയോ എന്ന് അറിയത്തില്ല. മൂന്നാണിയിൽ നിസ്സഹായനായി, നിശ്ചലനായി, നിശ്ചേഷ്ടനായി, മുറിവേറ്റവനായി, അപമാനിക്കപ്പെട്ടവനായി, നഗ്നനായി തൂക്കപ്പെട്ടിരിക്കുന്നെന്ന് കേട്ടപ്പോ ഭീരുത്വം മാറിപ്പോയി. ക്രൂശിന്റെ ദർശനം ഭീരുത്വത്തെ മാറ്റി. ഭീരുത്വത്തെ സിറിയയിലും ഇറാഖിലും ഈജിപ്തിലും ഒക്കെ കഴിഞ്ഞ 10 വർഷമായി സുറിയാനി ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുക. നമ്മൾ ടി വിയിലൊക്കെ കണ്ടതാണ്, സോഷ്യൽ മീഡിയയിൽ. അവർക്കാർക്കും ഒരു ഭയവുമില്ല, ധൈര്യമായി കൊല്ലപ്പെട്ടവരുടെ പല ബന്ധുക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്, രക്തസാക്ഷികളായവരുടെ. അതിനകത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയ കഴിഞ്ഞ 3 വർഷം മുമ്പ് ഇപ്പോഴത്തെ അന്ത്യോക്യൻ പാത്രിയർക്കീസ് അപ്രേം ബാവ, ഇപ്പോഴത്തെ അന്ത്യോക്യൻ പാത്രിയർക്കീസ് കരീം പാത്രിയർക്കീസ്, അദ്ദേഹം സിറിയയിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളുടെ കബറുങ്കൽ ധൂവമക്കാൻ വേണ്ടി പോയി. ഇപ്പോൾ സിറിയൻ ഗവൺമെൻറ് പറഞ്ഞു പോകരുത്, ഹൈ റിസ്ക് ആണ്, ഞങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി തരാൻ കഴിയത്തില്ല, എപ്പം വേണമെങ്കിലും അറ്റാക്ക് ഉണ്ടാകാം, അതുകൊണ്ട് പ്രാർത്ഥനകൾ ഇവിടെ അങ്ങ് നടത്തിയിട്ട് പോകും. അദ്ദേഹം പറഞ്ഞില്ല, ഒരിക്കലുമില്ല. ഈ രക്തസാക്ഷികളായവരുടെ ശവക്കലറി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ പ്രത്യേകിച്ച് പണമൊന്നും കിട്ടാനില്ല, പ്രത്യേകിച്ച് ഒരു നേട്ടവും ഇല്ല. അവിടെയൊന്നും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇല്ല, കാരണം ഓൾമോസ്റ്റ് എല്ലാ ക്രിസ്ത്യാനികളും കൊല്ലപ്പെട്ടു. അവിടെ പ്രത്യേകിച്ച് പുഷ്പങ്ങൾ എറിയാനോ, വരവേൽക്കാനോ, ആർപ്പ് വിളിക്കാനോ, ആര ഉയർത്താനോ ഒന്നും ആരുമില്ല, ആരെയും കാണിക്കാനല്ല. ഒരു ഇടയൻ എന്ന നിലയിൽ തൻ്റെ കർത്തവ്യമാണ്. അവരുടെ വാർഷികത്തിന് അദ്ദേഹം പോയി ആ ധൂപം അർപ്പിക്കാൻ പോയ ആ വാഹന വ്യൂഹത്തിന് നേരെ വെടിവെപ്പും ബോംബേറും ഉണ്ടായി. അനുയായികൾ കൂടെ പോയവർ 3 പേരെ കൊല്ലപ്പെട്ടു. അദ്ദേഹം കൊല്ലപ്പെടാതെ ബൈ സം ചാൻസ് കൊല്ലപ്പെട്ടേക്കാം, പക്ഷേ ഡോണ്ട് കെയർ. എന്നെ അത് വളരെ അത്ഭുതപ്പെടുത്തി, എന്നെ ചിന്തിപ്പിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി, ക്രൂശിൻ്റെ ദർശനം ഒരാളെ ധീരനാക്കും, ഭീരുത്വം മാറിപ്പോകും. അല്ലെങ്കിൽ ആ ഭീകരതയുടെ സായാഹ്നത്തിൽ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, സകല അനുയായികളും ചിതറിപ്പോയി, ഇടയനെ വെട്ടും ആടുകൾ ചിതറുമെന്ന് സക്കറിയ പ്രവാചകൻ പറഞ്ഞ പ്രവചനം നിറവേറിയ സന്ധിയിൽ അന്ന് വരെ രഹസ്യ ശിഷ്യനായിരുന്ന യാതൊരു ഒബ്ലിഗേഷനും ഇല്ല. അദ്ദേഹം ഇറങ്ങിയില്ല, ആരും ചോദിക്കാനില്ല. തന്നെ കണ്ടില്ലല്ലോടോ കിളവ, താൻ എവിടെ പോയി എന്നൊന്നും ആരും ചോദിക്കത്തില്ല. കാരണം യേശുവിനെ താൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ആർക്കും അറിയത്തില്ല. അത് യേശുവും താനും തമ്മിലുള്ള ഒരു സ്വകാര്യത മാത്രമാണ്. പക്ഷെ അപ്പം തിന്നവർ മുഴുവൻ ഓടി മറഞ്ഞു. രോഗസൗഖ്യം കിട്ടിയവരെ കാണാനില്ല, മരിച്ചിട്ടുയർത്തവനെ പോലും അവിടെയൊന്നും കാണുന്നില്ല. എല്ലാവരും മറഞ്ഞ ആ സായാഹ്നത്തിൽ ഈ കുരിശ് അവനെ ധീരനാക്കി. ഈ കുരിശ് അവനെ എങ്ങനെയാണ് ധീരനാക്കിയത്? കാരണം യോഹന്നാന്റെ സുവിശേഷം 3-ൽ നിക്കോദിമോസ് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് വീണ്ടും ജനിക്കേണ്ടത്? അപ്പം യേശു ഒരു കാര്യം നിക്കോദിമോസിനോട് പറഞ്ഞു, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും. ഇത് നിക്കോദിമോസിന്റെ മനസ്സിലുണ്ടായിരുന്നു. 3 വർഷം അത് സൂക്ഷിച്ചു വെച്ചു. 3 വർഷം കഴിഞ്ഞപ്പോൾ നിക്കോദിമോസ് ആ വാർത്ത കേട്ടു, നസറായനായ യേശു കുരിശിക്കപ്പെട്ടു. അനേകര് കുരിശിക്കപ്പെട്ട് കിടന്ന കാഴ്ച കണ്ടിട്ടുള്ള നിക്കോദിമോസിന് അറിയാം ഒരാൾ കുരിശിക്കപ്പെട്ടാൽ എങ്ങനെയാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, അവനെ 40 അടിയടിച്ചു ചമ്മട്ടിക്ക്. അപ്പം നിക്കോദിമോസിന്റെ ഹൃദയം തകർന്നു. കാരണം റോമൻ ചമ്മട്ടിക്കാണ് അടിച്ചിരിക്കുന്നത്. റോമൻ ചമ്മട്ടി എന്ന് പറഞ്ഞാൽ യഹൂദന്റെ ചമ്മട്ടി പോലെ കേവലം ഒരു വിപ്പല്ല, അതിൻ്റെ അറ്റത്ത് പല ശാഖകളുണ്ട്. ആ ശാഖകൾ നിറയെ അസ്ഥികഷ്ണവും ഈയക്കട്ടകളും ചൂണ്ടകളും കൊരുത്തിരിക്കുകയാണ്. അനേക ശാഖകളായി പിരിഞ്ഞിരിക്കുന്ന ആ റോമൻ ചമ്മട്ടി വെച്ചാണ് പട്ടാളക്കാർ യേശുവിനെ അടിക്കുന്നത്. അപ്പോൾ റോമൻ ചമ്മട്ടി വെച്ച് അടിക്കുമ്പം ഈ ചൂണ്ടകൾ മാംസത്തിലേക്ക് ആഴ്ന്നിറങ്ങും. അപ്പോൾ ചൂണ്ടയും ഈയക്കട്ടകളും ഒക്കെ മാംസത്തിലോട്ട് ആഴ്ന്നിറങ്ങും, പിന്നെ വലിച്ചെടുക്കുകയാണ്. അനേക സ്ഥലത്ത് മാംസം വലിച്ചു പറിക്കുകയാണ്.
അതുകൊണ്ടാണ് അവൻ്റെ മുതുക് ഉഴവുചാലുകൾ പോലെ ഉഴുതുമറിക്കപ്പെട്ടു എന്ന് പ്രവാചകൻ പറഞ്ഞു. അപ്പം കണ്ടാൽ ആളെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം വിരൂപമായിരിക്കുന്ന ഈ ക്രിസ്തു ഇപ്പോൾ ഈ കുരിശിൽ കിടക്കുമ്പോൾ പിച്ചള സർപ്പം ഉയർത്തിയതുപോലെ, എന്ന് പറഞ്ഞാൽ ഒരു പാമ്പിനെ തല്ലിക്കൊന്ന് ഒരു കെട്ടി ഉയർത്തിയിരിക്കുന്നത് പോലെ ഇരിക്കും. ആ പിക്ചർ പെട്ടെന്ന് നിക്കോദിമോസിന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ യേശു പറഞ്ഞ വചനം അവൻ്റെ കാതുകളിൽ, അവൻ്റെ ഹൃദയത്തിൽ പ്രകമ്പനം കൊണ്ടു. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ. ആ കുരിശിലേക്ക് നോക്കുന്നവർ രക്ഷപ്പെടേണ്ടതിന് മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ഒരു സ്തംഭം ഉയർത്തപ്പെടും. നമ്മുടെ കർത്താവിൻ്റെ വാഴ്ത്തപ്പെട്ട ആ സ്ലീബ. അതിൽ നിക്കോദിമോസ് തകർന്നു പോയി. അപ്പോൾ നിക്കോദിമോസിന് ധൈര്യം വരികയാണ്. കാരണം അനേകരെ സൗഖ്യമാക്കുന്നു, നോക്കുന്നവർ മുഴുവൻ സൗഖ്യമാകുന്നു. നമ്മുടെ സൗഖ്യത്തിനായി റിലേഷൻഷിപ്പിനെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ ക്രിസ്തു അയക്കപ്പെട്ടു. അപ്പോൾ രഹസ്യത്വം, ആ ഭീരുത്വം മാറിപ്പോയി. രഹസ്യ ശിഷ്യന്മാർ പരസ്യ ശിഷ്യന്മാരെ. നിക്കോദിമോസ് ഇങ്ങോട്ട് വരുമ്പോൾ ഓപ്പോസിറ്റ് ഒരാൾ വരികയാണ്. അരിമത്യക്കാരൻ ജോസഫ്. ധനവാനാണ്, മന്ത്രിയാണ്, പ്രമുഖനാണ്, പ്രശസ്തനാണ്, സ്വാധീനമുള്ളവനാണ്. എവിടെ പോവാണ്? പീലാത്തോസിന്റെ അരമനയിൽ പോവാണ് നസറായനായ യേശുവിന്റെ ശരീരം ചോദിക്കുവാൻ. ആരെ എവിടെയൊന്നും കാണുന്നില്ല, കൂടെ നടന്നവരൊന്നും ഇല്ല. അപ്പോ രഹസ്യ ശിഷ്യന്മാർ പരസ്യ ശിഷ്യന്മാരായി മാറി, ഭീരുത്വം മാറി, ധൈര്യം വന്നു. യേശു കുരിശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ തനിക്ക് കുരിശ് ചുമക്കാൻ കഴിയുന്നില്ല, ക്ഷീണമാണ്, അത്രയേറെ തളർന്നിരിക്കുന്നു. അപ്പോഴാണ് കുറേനക്കാരൻ ശീമോൻ, ഏകദേശം 750 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ് യെരുശലേമിൽ. ശീമോൻ പെരുന്നാൾ കാണാൻ വന്ന വയലിൽ നിന്ന് വരുന്ന ശീമോനെ കണ്ടപ്പോൾ അവനെ ഈ കുരിശ് ചുമക്കാൻ ഏൽപ്പിച്ചു. ഇതുമായിട്ടൊന്നും ഒരു ബന്ധമുള്ള ആളല്ല, ഒരു ബന്ധു, യാദൃച്ഛികമായിട്ടാണ്. പക്ഷെ ആ കുറേനക്കാരൻ ശീമോൻ ഇന്ന് രാത്രിയിലും ഞാനത് സംസാരിക്കാൻ, നിങ്ങളത് കേൾക്കുക. അന്ന് ആ കാലഘട്ടത്തിൽ എത്രയോ പ്രശസ്തന്മാർ, എത്രയോ പ്രമുഖന്മാർ, എത്രയോ പ്രമാണിമാർ, എത്രയോ സൗന്ദര്യവാന്മാർ ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഒന്നും പേര് പോലും നമുക്കറിയത്തില്ല. പക്ഷെ ആ ശീമോനെ ഇപ്പോഴും ഓർക്കുക. എന്ന് പറഞ്ഞാൽ അപ്രശസ്തനെ പ്രശസ്തനാക്കും, പ്രസക്തി ഇല്ലാത്തവന് പ്രസക്തി കൊണ്ടുവരും കുരിശ്. മനുഷ്യന്റെ അംബിഷൻസ്, അറിയാൻ, അറിയപ്പെടാൻ. ഇപ്പൊ ശതാധിപന്റെ കാര്യത്തിൽ അറിയാനുള്ള അവന്റെ ആഗ്രഹം, അവൻ അറിയുകയാണ് സത്യം, ഇവൻ ദൈവപുത്രനാണ്. ശീമോന്റെ കാര്യത്തിൽ അറിയപ്പെടാനുള്ള ആഗ്രഹം, റിലേഷൻഷിപ്പാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും, അറിയാനും അറിയപ്പെടാനും, നൽകാനും നൽകപ്പെടാനും മനുഷ്യന്റെ ബന്ധങ്ങളിലേക്ക് ക്രിസ്തു അയക്കപ്പെട്ടു. ഇപ്പോൾ ശീമോൻ അറിയപ്പെടുകയാണ്. പിന്നീട് അപ്പോസ്തലനായ പൗലൂസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, അലക്സാണ്ടറും റൂഫോസും, കർത്താവിൽ പ്രസിദ്ധനായ അലക്സാണ്ടർ, റൂഫോസ്. പിന്നെ പറയുന്നുണ്ട്, അവരുടെ അമ്മയെ പറ്റി പറയുന്നുണ്ട്, ഇതിന്റെ റോളിലൊന്നും വരാത്ത ആളാണ്, എനിക്കും അമ്മയായ അവന്റെ അമ്മ. പൗലൂസ് എഴുതുകയാണ്. എബ്രായരിൽ നിന്ന് ജനിച്ച് എബ്രായനും ബെന്യാമിൻ ഗോത്രക്കാരനും ഇസ്രായേൽ ജാതിക്കാരനും ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനും ന്യായപ്രമാണത്തുള്ള തീഷ്ണ സഭയെ ഉപദ്രവിച്ചവനും ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദനും ഒക്കെ ആയിരുന്ന പൗലൂസ് ഈ കറുത്തവന്റെ കാര്യം എഴുതുകയാണ്, അവന്റെ അമ്മയെ പറ്റി എഴുതുകയാണ്, എനിക്കും കൂടെ അമ്മയായ അവന്റെ അമ്മ. ഒറ്റ കാര്യമുള്ളൂ, ഈ ശീമോൻ ആ കുരിശ് ചുമന്നു. ഈ വന്യ സ്ലീബായുടെ ഒരറ്റത്ത് പിടിച്ചപ്പോൾ അവന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. അവൻ പ്രസക്തിയുള്ളവനായി മാറി. മനുഷ്യന്റെ ഇരുളുകളിലേക്ക് ദൈവത്തിന്റെ സന്ദർശനം. നീ ആരാലും അറിയപ്പെടാതെ പോകുകയാണ്. പക്ഷെ അറിയപ്പെടാതെ പോകത്തില്ല. അവൻ നിന്നെ ഓമന പേര് ചൊല്ലി വിളിക്കും. പ്രസക്തി വരികയാണ്. ഇപ്പൊ നമ്മൾ എത്ര ആളുകളുടെ ജീവിതത്തിലേക്കാണ് ഈ കുരിശ് ഇറങ്ങി വരുന്നത്. സത്യമറിയാതിരുന്ന ശതാധിപന്റെ ജീവിതത്തിലേക്ക് വന്നു. ധൈര്യമില്ലാതിരുന്ന നിക്കോദിമോസിന്റെയും യോസഫിന്റെയും ജീവിതത്തിലേക്ക് വന്നു. സ്വാതന്ത്ര്യമില്ലാതിരുന്ന ബറബസിന്റെ ജീവിതത്തിലേക്ക് വന്നു. പ്രസക്തിയില്ലാതിരുന്ന ശീമോന്റെ ജീവിതത്തിലേക്ക് വന്നു. ഓരോരുത്തരെ. പിന്നെ ശത്രുതയിലായിരുന്ന ഹെറോദാവിന്റെയും പിലാത്തോസിന്റെയും ജീവിതത്തിലേക്ക് വന്നു. അവർ സ്നേഹിതന്മാരായി തീർന്നു.
ഈ കുരിശ് വരുന്ന സ്ഥലത്തെല്ലാം ഈ റിലേഷൻഷിപ്പ് ബിൽഡ് ആകുകയാണ്, റീ എസ്റ്റാബ്ലിഷ് ആകുകയാണ്. ആ ഒരൊറ്റ സമയത്ത് തന്നെ നമുക്ക് ഇവരെ എല്ലാം കാണാം. ഒടുവിലായിട്ട് നമ്മൾ നോക്കുമ്പം, യേശുവെ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. യെസ്, പാപിയെ പറുദീസയിലേക്ക് കയറ്റുക, പാപിയെ പറുദീസയിലേക്ക് പിടിച്ചു കയറ്റുക. കുരിശിന്റെ സാധ്യതയാണ്. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ മുഴുവൻ ഹി വാസ് എ ഫ്രണ്ട് ഓഫ് സിന്നേഴ്സ് ആൻഡ് പബ്ലിക്കൻസ്. ചുങ്കക്കാരുടെയും പാപികളുടെയും വേശ്യകളുടെയും സ്നേഹിതൻ എന്നവൻ വിളിക്കപ്പെട്ടു. സമൂഹത്തിലെ ഏറ്റവും അഴുക്കുചാലുകളിൽ കിടക്കുന്ന, ഉപേക്ഷിക്കപ്പെട്ടവർ, തള്ളപ്പെട്ടവർ, പാർശ്വവൽകൃതർ, അങ്ങനെയുള്ള ആളുകളുമായിട്ടെല്ലാം അവൻ ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. മരണത്തിലും അവൻ ഒരു പാപിയെ, ഒരു തെമ്മാടിയും കൊലപാതകനുമായവനെ സ്വതന്ത്രനാക്കിയിട്ട് മറ്റൊരു പാപിയും കൊലപാതകനുമായ ഈ കള്ളന്റെ കൈ പിടിച്ചിട്ടാണ് പറുദീസയിലേക്ക് കയറുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കുമുള്ള ഹോപ്പാണ്. ഒരു പുരോഹിതന്റെ കൈപിടിച്ച്, അല്ലെ ഒരു വിശുദ്ധന്റെ കൈപിടിച്ച്, അല്ലെ യെരുശലേം ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തിലും പ്രാർത്ഥനയും ഇരുന്ന ഹന്നയുടെയോ അവിടെ ഉണ്ടായിരുന്ന ആ ശിമിയോന്റെയോ ഒന്നും കൈപിടിച്ചല്ല യേശു കർത്താവ് പറുദീസയുടെ കവാടം തുറക്കുന്നത്. മനുഷ്യവർഗത്തിന് വേണ്ടി പറുദീസയുടെ കവാടം തുറക്കുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിയുടെ കൈ പിടിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ യു ഹാവ് ഹോപ്പ്. ഓൾ ആർ ഇൻക്ലൂഡഡ്. ഓൾ ആർ ഇൻക്ലൂഡഡ്. ഓൾ ആർ ഇൻക്ലൂഡഡ്. അതാണ് ദുഃഖവെള്ളിയാഴ്ച സദറ കബറടക്ക ശുശ്രൂഷയിൽ വായിക്കുന്ന ഈ ദൈവീകമായ കബറടക്കം ആദാമിനെയും അവന്റെ സർവ്വസന്താനങ്ങളെയും രാജ്യാവകാശികളാക്കി തീർത്തു. ആദാമിനെയും അവന്റെ സർവ്വസന്താനങ്ങളെയും രാജ്യാവകാശികളാക്കി തീർത്തു. ദിസ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. ഈ സുവിശേഷമാണ് പ്രസംഗിക്കേണ്ടത്. അല്ല നിങ്ങൾ ഞങ്ങളുടെ വന്ന്, ഞങ്ങളുടെ മതത്തിൽ ചേർന്ന്, ഞങ്ങളുടെ കൂടെ സ്നാനപ്പെട്ട്, ഞങ്ങളുടെ സഭയിൽ വന്ന്, ഞങ്ങളുടെ പാസ്റ്റർക്ക് പറയുന്നത് കേട്ട്, ഞങ്ങൾക്ക് ദശാംശം തന്ന് ഞങ്ങളോട് ജീവിച്ചാൽ, ഒത്താൽ ചിലപ്പോൾ നിങ്ങൾക്കും കർത്താവ് വരുമ്പോൾ പോകാം. അതല്ല സുവിശേഷം. അത് മതപ്രചരണമാണ്. ക്രിസ്തു മരിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും ജീവനും കിട്ടിയിരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഡ്വെൽസ് ഇൻ യു. ഇതോരോ വ്യക്തികളോടും അറിയിക്കുന്നതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. ഇതാണ് സുവിശേഷം. ഈ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതാ നോക്കൂ. ഈ തക്സായിക്കകത്തു നിന്നാണ് ഞാൻ വായിച്ചത്. ആദാമിനെയും അവന്റെ സർവ്വസന്താനങ്ങളെയും രാജ്യാവകാശികളാക്കി തീർത്തു. ഒരു പാപിയും തെമ്മാടിയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനുമായ ഒരു കള്ളന്റെ കൈപിടിച്ചുകൊണ്ട് പറുദീസായുടെ കവാടം മനുഷ്യവർഗത്തിന് മുഴുവനും വേണ്ടി അവൻ തുറന്നു കൊടുത്തു. അവൻ പാതാളത്തിലേക്ക് വിസിറ്റ് ചെയ്യുകയാണ്. പാതാള കവാടങ്ങൾ വിറച്ചു. പാതാള കവാടങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എല്ലാ തടവറകളും തകർക്കപ്പെട്ടു. ആദമും ഹവയും എഴുന്നേറ്റവനെ വണങ്ങി. സകലപരേതരെയും അവൻ പുറത്തു കൊണ്ടുവന്നു. കബറുകളെ അവൻ ശൂന്യമാക്കി കളഞ്ഞു. എത്ര ഗ്ലോറിയസ് ആയിട്ടുള്ള ഗോസ്പൽ. ഇന്ന് നമ്മൾ ഈ ശനിയാഴ്ച അവന്റെ പാതാള പ്രവേശനത്തെ അനുസ്മരിക്കുകയാണ്. അവൻ ജയത്തോടെ പാതാളത്തെ സന്ദർശിക്കുകയാണ്. അവൻ ജയത്തോടെ പാതാളത്തെ സന്ദർശിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പറയാം, ഞങ്ങൾക്കായി നീ ഏറ്റ പീഡ, താഴ്ചകൾ അതെത്ര ധന്യമാണ്. പകരം
കഴിഞ്ഞ ദിവസം ചിന്തിച്ച ആ ഓശാന ദിവസം ഞാൻ പറഞ്ഞു, ഈ ഓലയെടുത്ത് കൈ പിടിക്കുമ്പോൾ മുഴുപ്രപഞ്ചവും വീണുപോയ ആ പ്രപഞ്ചത്തെ മുഴുവൻ വീണ്ടെടുക്കുകയാണ്. അതുകൊണ്ട് പ്രകൃതിയോടുള്ള ഐക്യദാർഢ്യം, ഇറ്റ് വാസ് എ സ്ലൈസ് ഓഫ് ഏതൻ, ഏതൻ്റെ ഒരു കഷണമാണ് നമ്മൾ പിടിക്കുന്നത്. നമ്മളിപ്പോൾ മരക്കുരിശിലാണ്, മരത്തിൽ നിന്നുള്ള പഴം പറിച്ചു, അനുസരണക്കേട് കാണിച്ചു, ഭൂമിയെല്ലാം ശാപഗ്രസ്തമായി തീർന്നു. മുള്ളും പറക്കാരെയും ഭൂമിയിൽ നിന്ന് മുളയ്ക്കും. ആ മുള്ളിപ്പോ ക്രിസ്തു ശിരസിലേറ്റിരിക്കുകയാണ്. എല്ലാ ശാപവും അവൻ ചുമന്നൊഴിക്കുകയാണ്. നമ്മൾ ആ പ്രാർത്ഥനയ്ക്കകത്തൊരു വരിയുണ്ട്, ദുഃഖവെള്ളിയാഴ്ചയുടെ, നിങ്ങൾ ഇന്നലെ ശ്രദ്ധിച്ചോന്നറിയത്തില്ല, അതിനകത്ത് ഇങ്ങനെ ഒരു വരിയുണ്ട്: വർഷവും ഹിമവും ജലവുമൊക്കെ എനിക്ക് തന്ന് എന്നെ പോറ്റിയവനെ, ഞാൻ നിന്നോട് ഇങ്ങനെ ക്രൂരത ചെയ്തല്ലോ എന്ന് വൃക്ഷം പറയുന്നതായിട്ട്. അപ്പം സകല സൃഷ്ടികളിലും ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുകയാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി. ഇവിടെ ഇതാ ദൈവപുത്രന്മാർ വെളിപ്പെടുന്നു. ആ തിരിച്ചറിവിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. മതത്തിന്റെ വഞ്ചനകൾ മാറിപ്പോകട്ടെ. ഗ്ലോറിയസ് ഗോസ്പൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കട്ടെ. ഈ ഗ്ലോറിയസ് ഗോസ്പൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കാതിരിക്കാൻ വേണ്ടി ഈ ലോകത്തിന്റെ പ്രഭു പ്രവർത്തിക്കും. അതാണ് 2 Corinthians chapter 4 verse 4, 2 Corinthians 4:4 പറയുന്നത്. 2 Corinthians 4:4 പറയുന്നത്, കർത്താവിന്റെ തേജസ്സുള്ള സുവിശേഷം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ പ്രഭു നിങ്ങളുടെ ഹൃദയങ്ങളെ കുരുടാക്കിയിരിക്കുന്നു. ഈ ലോകത്തിന്റെ പ്രഭു ഹൃദയങ്ങളെ കുരുടാക്കിയിരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് അവിടെ പറയുകയാണ്. The God of this age has blinded the minds of unbelievers so that they cannot see the light of the gospel that displays the glory of Christ. നമ്മുടെ കർത്താവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ, whose minds the God of this age has blinded who do not believe, lest the light of the gospel of the glory of Christ, who is the image of God, should shine on them. അപ്പോൾ ഈ ഗ്ലോറിയസ് ഗോസ്പലിന്റെ, ഏതാണ് ഈ ഗ്ലോറിയസ് ഗോസ്പൽ? ഇതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. ഈ ഗ്ലോറിയസ് ഗോസ്പൽ ഹൃദയങ്ങളിൽ ഷൈൻ ചെയ്യാതിരിക്കാൻ, ഹൃദയങ്ങളിൽ പ്രകാശിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ പ്രഭു ഹൃദയങ്ങളെ കുരുടാക്കുന്നു. God of this world has blinded the minds of unbelievers. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലൂസ് ഓപ്പോസിറ്റ് പ്രാർത്ഥിക്കുന്നത്. എഫെസ്യ ലേഖനം എടുക്കുക, അവിടെ വായിക്കുമ്പം ഇവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാച് അന്ധമാക്കിയിരിക്കുന്ന ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. എന്തിനാണ് ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത്? ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ ഗ്ലോറിയസ് ഗോസ്പൽ തിളങ്ങാൻ തുടങ്ങും. അപ്പോൾ അവന്റെ വിളിയാലുള്ള ആശ എന്താണെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം എന്താണെന്നും തന്റെ ബലത്തിൻ വല്ലഭത്വത്തിൽ വ്യാപാരത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്നും നമുക്ക് മനസ്സിലാവും. വിക്ടോറിയസ് ക്രൈസ്റ്റ്, ദ വിക്ടറി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു ജയാളിയാണ്, ക്രിസ്തു ജയാളിയാണ്. ആ കഥയാണ് നമ്മൾ കർത്താവ് പറഞ്ഞത് ഇന്നലെ കേട്ടത്. ഏതാ? ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു, അതിലൊന്നിനെ കാണാതെ പോയി. അപ്പോ ആ ഒന്നിനെ അന്വേഷിച്ചു പോവുകയാണ്. അവനൊരിക്കലും 99 കൊണ്ട് സംതൃപ്തിപ്പെടുകയില്ല. 99 കൊണ്ട് പോലും സംതൃപ്തിപ്പെടാത്ത കർത്താവിനെ 100% കൊണ്ട് സംതൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു മതമുണ്ട്. ആ മതമാണ് പെന്തക്കോസ്ത് മതം. അവരാണ് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും ഉണ്ടെന്നും അവരെയെല്ലാം നമ്മൾ പ്രാർത്ഥിച്ച് എങ്ങനെയും കരകടത്തണമെന്നും. അത് മതമാണ്. നമ്മൾ പ്രസംഗിക്കുന്നത് ജയാളിയായ ക്രിസ്തുവിനെയാണ്.
വിജയാളിയായ ക്രിസ്തുവിനെ, സകലതും നിവൃത്തിയായി എന്ന് പ്രഖ്യാപിച്ചവനെ, നരകത്തെ ശൂന്യമാക്കിയവനെ, പാതാളത്തെ ഓൾറെഡി ശൂന്യമാക്കിയവനെ, കല്ലറകളെ ശൂന്യമാക്കിയവനെ, ആദാമിനും അവന്റെ സർവ്വസന്താനങ്ങൾക്കും രാജ്യാവകാശത്തെ നേടിക്കൊടുത്തവനെ, അതാണ് പറയുന്നത്, ആദമിനെയും അവന്റെ സർവ്വസന്താനങ്ങളെയും രാജ്യാവകാശികളാക്കി തീർത്തു. ഈ ഗ്ലോറിയസ് ഗോസ്പൽ വിശ്വസിക്കുന്നവർ ആ ഗ്ലോറിയസ് ഗോസ്പൽ പറയുവാൻ തയ്യാറായി എഴുന്നേക്കണം. അതാണ് റിവൈവൽ, അതാണ് റിനൈസൻസ്. ഗ്ലോറിയസ് ഗോസ്പൽ ആദമിനെയും അവന്റെ സർവ്വസന്താനങ്ങളെയും രാജ്യാവകാശികളാക്കി തീർത്തു. ഈ ഭാഗ്യകരമായ സ്ലീബ. ഈ സ്ലീബ എന്ത് ചെയ്യുന്നു? അജ്ഞാനിയെ ജ്ഞാനിയാക്കുന്നു, ബന്ധിതനെ മോചിതനാക്കുന്നു, ശത്രുക്കളെ മിത്രങ്ങളാക്കുന്നു, അപ്രസക്തിയുള്ളവനെ പ്രസക്തിയുള്ളവനാക്കി മാറ്റുന്നു, പാപിയെ പർദീസയിലാക്കുന്നു, ഭീരുത്വത്തെ മാറ്റിക്കളയുന്നു, രഹസ്യശിഷ്യനെ പരസ്യശിഷ്യനാക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ ബ്രോക്കൺ റിലേഷൻഷിപ്പിനെയും റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. മനുഷ്യന്റെ മനസ്സിലേക്ക് ഹീലിംഗ് കൊണ്ടുവരികയാണ്. ഹീലിംഗ് ഈ കുരിശിലാണ് ആ ഹീലിംഗ് ഉണ്ടാകുന്നത്. റിലേഷൻഷിപ്പിലുള്ള ഹീലിംഗ്, മനുഷ്യന്റെ മനസ്സിലുള്ള ഹീലിംഗ്. ആ ഹീലിംഗ് വന്നവർ ആ ഹീലിംഗിനാണ് ചർച്ച്. ചർച്ചിൽ വരുമ്പോൾ ആ ഹീലിംഗ് ഉണ്ടാകും. അതാണ് ചർച്ചിന്റെ പർപ്പസ് ഓഫ് ചർച്ച്. അതാണ് എഫേസ്യ ലേഖനം 1:4 നമ്മൾ കഴിഞ്ഞ ദിവസം എഫേസ്യ ലേഖനം 4 അധ്യായത്തിൽ നമ്മൾ വായിച്ചത് ദ പർപ്പസ് ഓഫ് ചർച്ച്. എൻ്റെ 8-ാം വാക്യമാണെന്ന് തോന്നുന്നു. അപ്പം അവിടെ പർപ്പസ് നമ്മൾ കാണാം. പ്രായത്തിന്റെ അളവ് പ്രാപിക്കുക. വിശുദ്ധന്മാരുടെ പ്രായത്തിന്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനസ്സിന്റെ ഹീലിംഗ് ആണ്. ആ ഹീലായ ആളുകളാണ് വേൾഡിലേക്ക് ഈ ഗോസ്പൽ കൊണ്ടുപോകുന്നത്. ആ ഹീൽ എങ്ങനെയാകുന്നു ഹീലാകുന്നത്? പെർഫെക്റ്റായിട്ട് ഹീലാകുമ്പോൾ നമ്മൾ കാണുന്ന ഓരോ വ്യക്തിയും ക്രിസ്തു നേടിയ വ്യക്തിയായിട്ട് കാണാൻ പറ്റും. അവനെ മറ്റൊരു രീതിയിൽ കാണാൻ കഴിയത്തില്ല. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ അവനിൽ കാണാൻ പറ്റും. അപ്പൊ അവനോട് പറയുന്ന ഗോസ്പലാണ് ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഡ്വെൽസ് ഇൻ യു. ദാറ്റ് ഈസ് ദ ഗുഡ് ന്യൂസ്. That is the good news. ആദമിനെയും അവന്റെ സർവ സന്താനങ്ങളെയും രാജ്യാവകാശികളാക്കി തീർത്ത ഈ മഹനീയമായ കബറടക്കം. താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലസ് യു. നിങ്ങൾ കേൾക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പൽ.